പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് കണ്ടോ, കോക്കനട്ട് ജെല്ലി സാൻഡ്വിച്ച്. ഇത് ആരും തന്നെ തയ്യാറാക്കിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. വീട്ടിലുള്ള വളരെ കുറച്ച് സാധനങ്ങൾ മതി. ബ്രെഡും അതുപോലെ തന്നെ നമുക്ക് ജാമൊക്കെ നമ്മുടെ വീട്ടിൽ മിക്കവാറും ഉണ്ടാവുമല്ലോ. അത് വളരെ ടേസ്റ്റാണ്. അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ഇത് നമുക്കൊന്ന് കുക്ക് ചെയ്യേണ്ട, വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. വിരുന്നുകാർ വന്നാൽ അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ ആദ്യം നമ്മൾക്ക് കുറച്ച് ജാമാണ് എടുക്കേണ്ടത്. ഞാനിവിടെ സ്ട്രോബെറി ജാമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജാം എടുക്കാം കേട്ടോ. കുറച്ച് കളർ ഉണ്ടാവണമെന്നേ ഉള്ളൂ. എന്നിട്ട് നമുക്കിതൊന്ന് ഈ ജാമൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കാരണം അതൊന്ന് ലൂസായി വരണം. അതിന് വേണ്ടി വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇനി നമുക്ക് കുറച്ച് ബ്രെഡ്, ഒരു ഇഷ്ടമുള്ളത്ര, ഞാനൊരു 10 കഷ്ണം ബ്രെഡ് എടുത്തിട്ടുണ്ട്. 5 സാൻഡ്വിച്ചാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഒരു പാത്രം ഉപയോഗിച്ച് ഒന്ന് കട്ട് ചെയ്തെടുക്കണേ. അത് ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, ബാക്കിയുള്ളത് നമ്മൾ കളയണ്ട. അത് നമുക്ക് എന്താ പറയുക, ബ്രെഡ് ക്രംസ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ. 10 സാൻഡ്വിച്ചിനുള്ള എടുത്ത് വെച്ചിട്ടില്ല, 5 സാൻഡ്വിച്ചിന് 10 പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് വേണം കേട്ടോ, അല്പം. അപ്പോൾ അത് നമ്മൾ ഇതിനകത്തേക്ക് ഒന്ന് ബ്രെഡിൻ്റെ പീസിലേക്ക് അല്പം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് ആൽമണ്ടിൻ്റെ സ്ലൈസസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഏതെങ്കിലും നട്ട്സ് മതി കേട്ടോ, കാഷ്യൂനട്ട് ആയാലും കുഴപ്പമില്ല. നമ്മളൊന്ന് ചെറുതായിട്ട് എടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്ക് ബ്രെഡിലേക്ക് ഇത് കണ്ടൻസ്ഡ് മിൽക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളൊന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കണേ. കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ കൊടുക്കാൻ വളരെ നല്ലതാണ്. ഇത് കൊടുത്തിട്ടുണ്ട്, വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മുടെ ആൽമണ്ടിൻ്റെ ചോപ്ഡ് ആൽമണ്ട് വെച്ച് കൊടുക്കാം. ഇനി മറ്റേ പീസില്ലേ, അതുകൊണ്ട് നമുക്കൊന്ന് കവർ ചെയ്യാം. ഇങ്ങനെ എല്ലാം നമുക്ക് ഇങ്ങനെയൊന്ന് ആദ്യം ഒന്ന് ചെയ്തെടുക്കാം. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വളരെ പെട്ടെന്ന് തയ്യാറാക്കാം. ഇത് നല്ല സ്വീറ്റാണല്ലോ, നമ്മുടെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. മധുരമുള്ള ഇഷ്ടമുള്ളവർക്കൊക്കെ കഴിക്കാം. അപ്പോൾ ഇതുപോലെ നമ്മളെല്ലാം തയ്യാറാക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിന് ആവശ്യമുള്ളത് കുറച്ച് ഡെസിഗ്നേറ്റഡ് കോക്കനട്ട് ആണ്. ഡെസിഗ്നേറ്റഡ് കോക്കനട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, ഇല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാമല്ലോ. അതായത് ചെറുതായിട്ടൊന്ന് അതിൻ്റെ വെള്ളം കളഞ്ഞിട്ടൊന്ന് ഇത് ഇനി നമുക്ക് ഇതിനകത്തേക്കിട്ട് ഇങ്ങനെ ഒന്ന് പതുക്കെ ഒന്ന് റോൾ ചെയ്തെടുക്കണം. ജാമിലിട്ട് ഒന്ന് റോൾ ഉണ്ടാവും. ഇപ്പം തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. ഇനി നമ്മുടെ കോക്കനട്ടിലിട്ട് ജസ്റ്റ് ഒന്ന് അതിലിങ്ങനെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. അപ്പം നമ്മുടെ സാൻഡ്വിച്ച്, നല്ല ബ്രെഡ് സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, എന്ത് ഭംഗിയാന്ന് നോക്കി കാണാനായിട്ട്. നല്ല സ്വീറ്റാണ്, നല്ല സോഫ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വെറും 3 മിനിറ്റ് പോലും വേണ്ട ഇത് തയ്യാറാക്കാനായിട്ട്. അങ്ങനെ എല്ലാം നല്ല സൂപ്പറായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒന്ന് കഴിച്ച് നോക്കിയാൽ നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്ക് നല്ല ആയിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ അടുത്ത നല്ല വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.